Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാമാണ് മൺഡേ നടക്കാൻ പോകുന്നത്, മാനേജറൽ എക്കണോമിക്സ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളുടെ വീഡിയോയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സ് ചോദ്യങ്ങളും പാർട്ട് ബിയിൽ വരുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, പിന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിനെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ വരും. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. മൺഡേ എക്സാം കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീക്ക് തന്നെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് ആരംഭിക്കുന്നുണ്ട്. സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യത്തിൽ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് തന്നെ മാനേജീരിയൽ ഇക്കണോമിക്സ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്ക പേപ്പറിലും വരുന്നതാണ്. റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ അതിനുശേഷം മാനേജീരിയൽ ഇക്കണോമിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് സെപ്പറേറ്റ് 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സിലെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത്, ഫോർ എക്സാമ്പിൾ ക്യാരക്ടറിസ്റ്റിക്സിൽ മാനേജീരിയൽ എക്കണോമിക്സ് എന്തുകൊണ്ട് പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നു, അതുപോലെ തന്നെ നോർമാറ്റീവ് സയൻസ് എന്ന് പറയണു, അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിർബന്ധമായി നോക്കിയിരിക്കണം. ഇനി ആ ഒരു സെയിം ചാപ്റ്ററിൽ തന്നെ റോൾ ഓഫ് മാനേജീരിയൽ ഇക്കണോമിസ്റ്റ് നിർബന്ധമായി നോക്കിയിരിക്കണം. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് ആ ഒരു ചാപ്റ്ററിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഫോർവേഡ് പ്ലാനിങ് എന്താണ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്താണ്. ഈ പറയുന്ന കാര്യവും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. നിർബന്ധമായും ഈ പറഞ്ഞതൊക്കെ നോക്കിയിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യത്തിലോട്ട് 2 മാർക്സിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്താണ്? ഇൻഡിഫറൻസ് കർവ് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് മിക്ക പേപ്പറിലും കണ്ടുവന്നിട്ടുള്ളതാണ്. നിർബന്ധമായും നോക്കിയിരിക്കണം. ദെൻ FDI എന്താണ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ FPI ഉണ്ട്, FDI ആണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ലോ ഓഫ് ഡിമാൻഡ് എന്താണ്? ലോ ഓഫ് ഡിമാൻഡ് എന്താണ്? ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ അതിൽ തന്നെ ഉള്ളതാണ് പലതരത്തിലുള്ള ഡിമാൻഡിൽ. ഇപ്പോൾ ക്രോസ് ഡിമാൻഡ് എന്താണ്, പിന്നെ അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അത് സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ മാറി മാറി വരുന്ന ടോപ്പിക്കുകളാണ്. അതുപോലെ തന്നെ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് തിയറി, ലോ ഓഫ് ഡിമാൻഡ് എന്താണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ തന്നെയുള്ള പല തരത്തിലുള്ള ഡിമാൻഡുകളുണ്ട്. പെർഫെക്റ്റ് അല്ലേ, ഇൻഇലാസ്റ്റിക്, അങ്ങനത്തെ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ അതിൻ്റെ ടൈപ്സ് നിർബന്ധമായും നോക്കിയിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ എടുത്ത് ചോദിക്കാം. പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, ഇംപെർഫെക്റ്റ് ഉണ്ട് അല്ലേ, ഇൻഇലാസ്റ്റിക്, അങ്ങനത്തെ ഏതെങ്കിലും ചോദിക്കാം. ക്രോസ് ഡിമാൻഡ്, അതുപോലെ തന്നെ അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ മാറി മാറി വരുന്നതാണ്. അപ്പോൾ ഡിമാൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിമാൻഡിൻ്റെ അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൽ ഏതെങ്കിലും
ഒരെണ്ണോ രണ്ടെണ്ണോ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ഡിമാൻഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സപ്ലൈ എന്താണ്, ലോ ഓഫ് സപ്ലൈ അതും നോക്കിയിരിക്കണം കേട്ടോ. നമുക്ക് 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം. കൂടുതൽ ഡിമാൻഡിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് വെക്കേണ്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദ്യമാണ്, മൊഡ്യൂൾ നമ്പർ 4 നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. അതിലൊരെണ്ണമാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അതുപോലെ തന്നെ അണ്ടർ എംപ്ലോയ്മെൻറ്റ് റിപ്പീറ്റാണ്, മാറി മാറി വരാറുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്താണ് ചോദിക്കാം. അതുപോലെ തന്നെ പോവേർട്ടി എന്താണ് ചോദിക്കാം. ഇനീക്വാലിറ്റി, ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനീക്വാലിറ്റി എന്താണ് ചോദിക്കാം. ബ്ലാക്ക് മണി എന്താണ്, അതല്ലെങ്കിൽ ബ്ലാക്ക് മണി എന്താണ്, അതല്ലെങ്കിൽ അതിൻ്റെ ഇക്കോണമിയാണ് ചിലപ്പോൾ ചോദിക്കുക. പാരലൽ ഇക്കോണമി എന്താണ്, അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും പറയണം. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, പോവേർട്ടി, അതുപോലെ തന്നെ ഇനീക്വാലിറ്റി, ബ്ലാക്ക് മണി, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് മിക്കതും വരാറുള്ളതാണ്. നിർബന്ധമായി നോക്കിയിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. പാരലൽ ഇക്കോണമി എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദിക്കുന്ന റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കൺസ്യൂമർ സർപ്ലസ് എന്താണ്. കൺസ്യൂമർ സർപ്ലസ് ഒരു പ്രാവശ്യം ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് സർപ്ലസ് അങ്ങനെയും ചോദിക്കാം. കൺസ്യൂമർ സർപ്ലസോ പ്രൊഡ്യൂസർ സർപ്ലസോ മാറി മാറി വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നൊരു ചോദ്യമാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. 2 മാർക്കിൻ്റെ ഉള്ളത്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡിസ്ക്രിമിനേഷൻ 2 മാർക്സിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ മാറി മാറി വരുന്നതാണ്. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 3 നിന്ന് റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണോപ്പൊളി എന്താണ്, ഡിവോപ്പൊളി എന്താണ്, ഇതിലേതെങ്കിലുമൊക്കെ മാറി മാറി വരാം കേട്ടോ. അതുപോലെ തന്നെ ഒളിഗോപ്പൊളി. then അതിൽ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള ഒളിഗോപ്പൊളി ഉണ്ട്. അതിൽ ഈ പറയണ കൊലൂസീവ് എടുത്ത് ചോദിക്കാറുണ്ട്. കൊലൂസീവ് ഒളിഗോപ്പൊളി എടുത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിമാൻഡ് കർവിനെ അറിയാം, കിങ്ഡ് ഡിമാൻഡ് കർവ് എന്നാണ് പറയാം. അപ്പോൾ അതെടുത്ത് ചോദിക്കാറുണ്ട്. കിങ്ഡ് ഡിമാൻഡ് കർവ് എന്താണ് എടുത്ത് ചോദിക്കാറുണ്ട്. നിർബന്ധമായി നോക്കിയിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതുപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും 2 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പീറ്റായിട്ട് വരുന്നതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. മൊണോപ്പൊളി റിപ്പീറ്റ്, ഡിവോപ്പൊളി, ഒളിഗോപ്പൊളി, അതിൻ്റെ ടൈപ്സ്, അതിൽ തന്നെ കിങ്ഡ് ഡിമാൻഡ് കർവ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇനി നെക്സ്റ്റ് WTO എന്താണ്, 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ചോദ്യം. ദെൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ലെംസ്, LERMS ചോദിച്ചിട്ടുള്ളതാണ് ലെംസ്. ദെൻ നെക്സ്റ്റ് ഇൻഫീരിയർ ഗുഡ്സ് എന്താണ്, ഗിഫൺ ഗുഡ്സ് എന്താണ്. ഇതൊക്കെ 2 മാർക്കിൻ്റെ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. ഇൻഫീരിയർ ഗുഡ്സ്, ഗിഫൺ ഗുഡ്സ്. ഇനി 2 മാർക്സിൻ്റെ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം കൺസ്യൂമർ ബിഹേവിയർ ബേസിക്. കൺസ്യൂമർ ബിഹേവിയർ എന്താണ് 2 മാർക്സിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്, 2 മാർക്കിൻ്റെ കണ്ടുവന്നിട്ടുള്ളതാണ്. ഇക്വിലിബ്രിയം
പ്രൈസ് എന്താണ്, അത് ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്, അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് റൺ. ഓക്കെ. ഇനി എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ എഫക്റ്റ് ചെയ്യുന്നത്, എഫക്റ്റിംഗ് ഇക്കോണമി എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് മാർക്കറ്റ് ഇക്കോണമി എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ പ്രൈസ് ലീഡർഷിപ്പ് എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് MNC എന്താണ്, അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി, അതുപോലെ തന്നെ കാർഡിനൽ യൂട്ടിലിറ്റി, പിന്നെന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ട്. പിന്നെ ലോ ഓഫ്, അത് നമ്മൾ 5 മാർക്കിനാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ചോദിക്കാറുള്ളതാണ് കേട്ടോ. പല പേപ്പറുകളിലും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള കൂടുതൽ 5 മാർക്കിൻ്റെയിലാണ് ഞാനത് പ്രതീക്ഷിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ജസ്റ്റ് SSI സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, SSI എന്താണെന്നുള്ളത് ചോദിക്കാം, നോക്കി വയ്ക്കുക. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇതിൽ നിന്നൊരു 15 ചോദ്യങ്ങൾ നമുക്ക് നിർബന്ധമായും പ്രതീക്ഷിക്കാം. SSIയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ MSME അതും കൂടിയും ഒരു അഡീഷണൽ സജഷൻ തരാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന? ആദ്യത്തെ മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും. ദെൻ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ റോള്, ദെൻ ഫോർവേഡ് പ്ലാനിങ്, ദെൻ എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്താണ്, ഇൻഡിഫറൻസ് കർവ് എന്താണ്, FDI എന്താണ്, മെയിനായിട്ട് ഡിമാൻഡ് എന്താണ്, ലോ ഓഫ് ഡിമാൻഡ്, ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ടൈപ്സിൽ ഏതെങ്കിലും പ്രതീക്ഷിക്കാം. ക്രോസ് ഡിമാൻഡ്, അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിസിറ്റി, സപ്ലൈ, ലോ ഓഫ് സപ്ലൈ, ദെൻ അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, പോവർട്ടി, ഇനീക്വാലിറ്റി, ബ്ലാക്ക് മണി അല്ലെങ്കിൽ പാരലൽ ഇക്കോണമി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പ്രോഡക്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ മൊണോപ്പൊളി, ഡ്യുവോപ്പൊളി, ഒളിഗോപ്പൊളി, കൊളൂസീവ് ഒളിഗോപ്പൊളി, കിങ്ഡ് ഡിമാൻഡ് കർവ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതിലേതെങ്കിലും ഒരെണ്ണം. WTO ലെംസ് എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻഫീരിയർ ഗുഡ്സ്, ഗിഫൺ ഗുഡ്സ്, കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്, അതിൻ്റെ ഡിറ്റർമിനേഷൻ ഷോർട്ട് റണ്ണിൽ, എക്സ്ചേഞ്ച് റേറ്റ് എഫക്റ്റിംഗ് ഇക്കോണമി, എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ദെൻ മാർക്കറ്റ് ഇക്കോണമി എന്താണ്, പ്രൈസ് ലീഡർഷിപ്പ്, MNC, IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ദെൻ SSI, MSME ഇതൊക്കെ എന്താണ്. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ 2 മാർക്സിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ആദ്യത്തെ ഒരു 6 ചോദ്യം ഇതാണ്. നെക്സ്റ്റ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ്. ദെൻ പിന്നെ വരുന്നത് ഇതാണ്. ദെൻ ഫൈനലി ഇത്. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻസിനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.